ജയദേവ് കവി ഒരു കൊട്ടാരത്തിൽ ഒരു രാജ്യത്ത് താമസിച്ചിരിക്കുകയായിരുന്നു. അവിടുത്തെ ആ രാജാവ് ഇദ്ദേഹത്തിൻ്റെ വലിയ ഉത്തമ സുഹൃത്തായിരുന്നു. ജയദേവ കവികളുടെ ആ ഭക്തി കണ്ട് രാജാവിന് വലിയ ഇഷ്ടമായിരുന്നു. സ്വന്തം സുഹൃത്തിനെക്കാട്ടിയും സഹോദരനെക്കാട്ടിയും അദ്ദേഹത്തിന് ജീവന്റെ ജീവനായിരുന്നു ജയദേവ കവികൾ. അന്നേരം ജയദേവ കവികൾ താമസിക്കുന്നതോ ഒരു ചെറിയൊരു കുടിലിനകത്ത്. അന്നേരം രാജാവ് പല പ്രാവശ്യം പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു കുടിലിൽ താമസിക്കേണ്ട, എൻ്റെ കൊട്ടാരത്തിൽ വന്ന് താമസിക്കൂ. പക്ഷെ ജയദേവ കവികൾ എനിക്കിത് മതി എന്ന് പറഞ്ഞു. ലളിതമായിട്ടുള്ള ജീവിതം ഏറ്റവും ഉയർന്ന ചിന്താഗതി. പക്ഷേ രാജാവ് ഒരിക്കൽ പറഞ്ഞ് അഭ്യർത്ഥിച്ചു, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങ് കുറച്ച് രത്നങ്ങളൊക്കെ സ്വീകരിക്കണം, സമ്പത്തൊക്കെ സ്വീകരിക്കണം, എൻ്റെ സന്തോഷത്തിന് വേണ്ടി. ജയദേവ് കവികൾ പറഞ്ഞു, വേണ്ട, എനിക്ക് എൻ്റെ ആവശ്യമില്ല. പക്ഷെ എത്ര പറഞ്ഞിട്ടും രാജാവ് കേൾക്കാത്തതുകൊണ്ട് ദേവ് കവികൾ പറഞ്ഞു, ശരി, നൽകിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു കാളവണ്ടി നിറച്ച് ആഭരണങ്ങളും രത്നങ്ങളും അമൂല്യമായിട്ടുള്ള വസ്തുവകകളെല്ലാം നിറച്ച് 4 ഭടന്മാരെ കൂടെ കൂട്ടത്തിൽ അയച്ചു ജയദേവ കവികളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പോകുന്ന യാത്ര മധ്യേ 4 കള്ളന്മാർ വന്നു. കള്ളന്മാര് ഭടന്മാരെ എല്ലാം വധിച്ചു. അതിനുശേഷം ജയദേവ് കവികളുടെ അടുത്ത് പറഞ്ഞു, എന്താണ് ഇതിലുള്ളത്? ഇതെല്ലാം നമുക്ക് വേണമെന്ന്. ജയദേവ് കവി പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്തോളാം, ഇത് മൊത്തത്തിൽ എടുത്തോളാം. അവർ കുറച്ചെടുത്തിട്ട് ഓടുകയായിരുന്നു. എന്നിട്ട് ജയദേവ് പറഞ്ഞു, ഇതും ബാക്കിയും കൂടെ കൊണ്ടുവയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം പാവത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ആ ദുഷ്ടന്മാർ എന്ത് ചെയ്തു? അഷ്ടപതി എഴുതി അദ്ദേഹത്തിൻ്റെ കൈ 2 വറുത്തു. കാരണം അവന്മാർ വിചാരിച്ചു, ഇത്രയും നല്ലൊരു വ്യക്തി ഈ കാലത്തൊന്നും ഇല്ല, ഇവൻ ദുഷ്ടനാണ്, ഇവൻ നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്. സ്ഥിരം ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ആ 2 കാലുകൾ, ത്രിലോകങ്ങളിലുള്ള എല്ലാവരും ആ തൃപ്പാദത്തെ തൊട്ട് നമസ്കരിക്കാൻ ആഗ്രഹിക്കും. ആ അതിമനോഹരം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിശുദ്ധീകരിക്കുന്ന ആ പാദങ്ങളെ ആ ദുഷ്ടന്മാര് കട്ട് ചെയ്തു. എന്നിട്ട് തൂക്കിയെടുത്ത് പൊട്ടക്കിണറ്റിലെറിഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ടും അദ്ദേഹം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ജയദേവ കവികൾ വീട്ടിലെത്തിയില്ല എന്ന് ഭാര്യ പത്മാവതി ദേവി രാജാവിനെ അറിയിച്ചു. അദ്ദേഹം ഭടന്മാരെയൊക്കെ വിട്ടു. അവസാനം പൊട്ടക്കിണറ്റിൽ നിന്ന് ലഭിക്കുകയാണ് ജയദേവ കവികൾ. പൊക്കിയെടുത്തു, അദ്ദേഹത്തെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും അങ്ങ് എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ നിൽക്കണം, അങ്ങയെ സഹായിക്കാൻ ആരുമില്ല, അങ്ങ് എല്ലാ ദിവസവും ഇവിടെ വരണം, എൻ്റെ കൂട്ടത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞു. ഈ രാജാവിന് കുറ്റബോധം തോന്നി ജയദേവ കവികളോട് ചോദിക്കുകയാണ്, ഇതിന് പ്രായശ്ചിത്തമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ജയദേവ കവികൾ പറഞ്ഞു, ഭഗവാന് നിവേദ്യം സമർപ്പിക്കും, എല്ലാവർക്കും പ്രസാദ വിതരണം ചെയ്യുന്നു, നാട്ടിലുള്ള എല്ലാവരെയും വിളിക്കും, എല്ലാവർക്കും ഭഗവാന്റെ പ്രസാദം കൊടുക്കാൻ പറ്റും. അവിടെ രാജാവ് ഇരിക്കുന്നു, ജയദേവ കവികളും ഇരിക്കുന്നു. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഭക്ഷണ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഈ 4 കള്ളന്മാരും ജയദേവ കവികളുടെ 2 കൈകളും അറുത്ത് 2 കാലും അറുത്ത അതേ ദുഷ്ടന്മാർ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടന്മാർ വരിയായിട്ട് നിൽക്കുകയാണ്. കുറെ മുന്നിൽ വന്നപ്പോഴാണ് അവർ കാണുന്നത് ജയദേവ കവികൾ ഇരിക്കുന്നു. ഇവന്റെ അല്ലേ കൈയും കാലും നമ്മൾ അറുത്തത്? അവൻ ഇരിക്കുന്ന രാജാവിൻ്റെ അടുത്ത്. എന്നിട്ട് രാജാവ് ഓരോരോ ഉപഹാരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജയദേവ കവികൾ ഇവരെ കണ്ടു. 4 കള്ളന്മാരും അവിടെ നിന്നപ്പോൾ ജയദേവ കവികൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, 4 പേരിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളാണ്, എനിക്ക് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്ത വ്യക്തികളാണ്. ജയദേവ കവികൾക്ക് വേണ്ടപ്പെട്ട ആളാണോ? എനിക്ക് പിന്നെ എൻ്റെ അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞു. രാജാവ് വിളിച്ചു ആ 4 പേരെയും. ഒരു 4 പേര് വിചാരിച്ചു നമ്മുടെ കാര്യം തീർന്നു. അവസാനം ആ 4 അവന്മാരും നേരെ മുന്നിൽ വന്നു. രാജാവ് പറയുകയാണ്, ജയദേവ കവികൾ പറഞ്ഞു അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ 4 പേരും, നിങ്ങൾക്ക് പ്രത്യേക സൽക്കാരമായിരിക്കും നമ്മൾ നൽകുന്നത്, കുറച്ചു കാലം കൊട്ടാരത്തിൽ തന്നെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് അവന്മാർക്ക് വിശ്വാസം വരുന്നില്ല. എന്നിട്ട് ഉടനെ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്കായിട്ട് ഒരു സ്പെഷ്യൽ റൂമൊക്കെ കൊടുക്കണം, നമുക്ക് വേണ്ടപ്പെട്ട അതിഥികളാണ്. ഈ 4 പേർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഭക്തരെന്നും ഭക്തരായിരിക്കും, ദുഷ്ടന്മാരെന്നും ദുഷ്ടനായിരിക്കും. എന്നിട്ട് ഇവന്മാർ 4 പേരും തമ്മിൽ ചർച്ച ചെയ്യുക, ഇതെന്തോ ചതിയാണ്, ജയദേവ് കവി വലിയ ഫ്രോഡാണ്, വലിയ പ്രശ്നമാണ്, അവ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു, രാജാവിനോട് എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു, നമ്മളെ സൂത്രത്തിൽ കൊണ്ടുപോയിട്ട് നമ്മളെ തട്ടാനുള്ള പരിപാടിയാണ്. ഉടൻ തന്നെ ഈ 4 പേര് മന്ത്രി എടുത്ത് പറയാം, ഈ ജയദേവ കവികളുണ്ടല്ലോ നമ്മുടെ ഏറ്റവും വലിയ കള്ളനാണ്, നമ്മുടെ വലിയൊരു ടീമുണ്ട് കള്ളന്മാരുടെ, അതിലെ പ്രധാന നേതാവാണ് ഇങ്ങേര്.
ഇങ്ങേർക്ക് ഈ കൊട്ടാരം മുഴുവൻ കൊള്ളയടിക്കാനും രാജാവിനെ കൊല്ലാനുള്ള വലിയൊരു പ്ലാൻ ഉണ്ട്. അതിനു വേണ്ടിയുള്ള അഭിനയമാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു തീർന്നതും ഭൂമി പിളർന്നു. ജീവനോട് കൂടി ആ 4 അവന്മാരും ആ ഭൂമിയുടെ അടിയിലോട്ട് പോയി. ഈ ലോകത്തെ ഏറ്റവും ക്ഷമയുള്ള വ്യക്തിയാണ് ഭൂമിദേവി. ഭൂമിദേവിയുടെ ക്ഷമ പോലും കെട്ടു ഇവരുടെ ഈ വർത്തമാനം പ്രവർത്തിയും കാരണം. കാരണം ഇത്രയും ഉത്തമ ഭക്തനായ ജയദേവ കവികളെ ഇത്രയും ദ്രോഹിച്ചിട്ടും ഇവർക്ക് സമാധാനമായിട്ടില്ല. ഇനിയും ടോർച്ചർ ചെയ്യാൻ നോക്കുകയാണ്. എങ്ങനെ സഹിക്കും ഭൂമിദേവി? ഭൂമി അടഞ്ഞു. മന്ത്രി ചെന്ന് രാജാവിനടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. രാജാവിന് അറിയാം, മനസ്സിലായി. ജയദേവ കവികളോട് ചോദിച്ചു, സത്യം പറ ജയദേവ കവികളെ, ഇവരല്ലേ അങ്ങയുടെ കൈയും കാലും അറുത്തത്? ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ. രാജാവ് സാഷ്ടാംഗം നമസ്കരിച്ചു.